ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ ദുബായിലേക്ക് തിരിച്ചുവരികയാണ്. കേരളം തന്നെയാണ് നമ്മുടെ നാടെങ്കിലും നമുക്ക് അന്യം തരുന്നത് ദുബായാണ്. അതുകൊണ്ട് ദുബായിലോട്ടൊരു പ്രത്യേക ഇഷ്ടമാണ്. കേരളത്തിലെ നല്ല മഴയും അതോടൊപ്പം തന്നെ വെയിലുമുണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിന് നല്ല ചൂടിലോട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എനിക്ക് ആ ചൂടത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. കാര്യം വന്നൊരു 2 or 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ മൈൻഡ് ഒന്ന് റിലാക്സിങ് നിന്ന് വീണ്ടും ബിസിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങൾ ഇൻഡിഗോയിലായിരുന്നു കയറിയത്. എൻ്റെ ഗൈസ്, ഇത്രയും ഫ്ലൈറ്റ് റേറ്റ് കൂടുതലുള്ളൊരു ടൈം വേറെ പറയാനില്ല. ജൂലൈ ഓഗസ്റ്റിലാണല്ലോ ദുബായിലൊക്കെ വെക്കേഷൻ. അപ്പോൾ നല്ല റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പൈസ അധികം ചിലവാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തത്. കണക്ഷൻ ഫ്ലൈറ്റ് മീൻസ് ഞങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്നു. അവിടെ നിന്ന് ഒരു 3 hours സ്പെൻഡ് ചെയ്തിട്ട് നേരെ ദുബായ്. ഡയറക്റ്റ് ദുബായിലായിരുന്നു. അത് ഞങ്ങൾ നോക്കിയപ്പം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഷാർജ അല്ലെങ്കിൽ അബുദാബിയിൽ വന്നതിന് പിന്നെയും അവിടെ നിന്ന് നമ്മൾ ട്രാവലിംഗ് ഉണ്ട്. സോ ഡയറക്റ്റ് ദുബായിക്ക് തന്നെ നോക്കി. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര പറ്റിയാണ്. ഇൻഡിഗോയാണ്. ആദ്യം നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് എടുത്തപ്പോഴും ഒരു ചെറിയ എന്താ പറയുക, ഞങ്ങൾ വെളുപ്പാങ്കാലത്താണ് കയറിയത്. അപ്പോൾ ആ ഒരു മൂമെൻറ്റ്സ് ഞങ്ങൾക്കൊരു ലാസ്റ്റിൽ നിന്നൊരു 3rd or 4th സീറ്റാണ് കിട്ടിയത്. അവിടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു 3rd or 4th ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താണെന്നറിയത്തില്ല. ഇനി ക്ലൗഡ്സിലൂടെ പൈലറ്റ് എയറോപ്ലെയിനിങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോഴുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, ഇനി അതോ ആകാശത്ത് കട്ടറുള്ളതിൻ്റെ ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല കുലുക്കായിരുന്നു. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ലാസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് മുകളിലോട്ടും താഴോട്ടും കൂടി ജമ്പ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഈശ്വര, ഖതം ആകാൻ പോവുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കെട്ടുവിൻ്റെ കൈ കയറി പിടിച്ചു. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു 2-3 തട്ടം ഒന്ന് കുരുക്കി തട്ടിയാക്കിയപ്പോഴത്തേക്ക് പൈലറ്റും ഓക്കെ ആയി, ഞങ്ങൾ ഓക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ദുബായിലെത്തി. നൗ വി ആർ ഇൻ ദുബായ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്വപ്ന നഗരത്തിലെത്തിയിരിക്കുകയാണ്. സോ ഇനി മുതൽ ഞങ്ങളുടെ വ്ളോഗ്സിൽ കൂടുതലും ദുബായ് വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ദുബായ് വിശേഷങ്ങൾ കാണാനും ആസ്വദിക്കാനും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.